ഹായ് ഫ്രണ്ട്സ്, സുറുമീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതെന്താണെന്ന് നമ്മൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത് അമൃതം പൊടി കൊണ്ടുള്ള റെസിപ്പിയാണ്. അമൃതം പൊടി കൊണ്ടുണ്ടാക്കുന്ന നല്ല ഒരു അടിപൊളി 4 മണി പലഹാരമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമുക്ക് 4 മണിക്ക് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ്. എന്താണെന്ന് വെച്ചാൽ അമൃതം പൊടി കൊണ്ടുള്ള ഒരു അവലോസ് പൊടി അല്ലെങ്കിൽ പൂരപ്പൊടി എന്നൊക്കെ പറയുന്ന ഒരു സ്നാക്കാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അമൃതം പൊടി നമുക്ക് സുലഭമായി കിട്ടുന്ന ഒന്നാണ് അല്ലേ? അമൃതം പൊടി എന്താണെന്നുള്ളത് ആർക്കും കൂടുതലായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അംഗൻവാടി മുഖേന നൽകുന്ന ന്യൂട്രി മിക്സാണിത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 പാക്കറ്റ് അമൃതം പൊടി, 3-4 ഏലക്ക പൊടിച്ചത്, അരമുറി തേങ്ങ ചിരകിയത്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത്. നമുക്കിതുണ്ടാക്കാനായിട്ട് ചുവട് കട്ടിയുള്ളൊരു പാത്രമാണ് വേണ്ടത്. അത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കണം. അതുപോലെ ഫ്രണ്ട്സ്, ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഫ്ലെയിം ഒത്തിരി കൂട്ടിയും വെക്കരുത്, തീരെ കുറച്ചും വെക്കരുത്. ഒരു മീഡിയം ലെവലിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തേങ്ങ നമുക്ക് വറുത്ത് ഒരു ബൗളിലോട്ട് മാറ്റാം. കുറച്ച് നാളുകൾക്കൊക്കെ മുമ്പ് നമുക്ക് ഈ അമൃതം പൊടി കിട്ടുമ്പോഴത്തേക്ക് അതിന് കൂടുതലായിട്ട് സോയയുടെ ഒരു കുത്തുണ്ടായിരുന്നു. ഒരു സോയയുടെ ടേസ്റ്റാണ് കൂടുതലായിട്ട് മുമ്പിൽ നിന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടക്കുറവാണിത് കഴിക്കാൻ. പക്ഷേ ഇപ്പോൾ അതിലൊരു ടേസ്റ്റിലൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം ഇപ്പോൾ കൂടുതലായിട്ട് അതിനകത്ത് കപ്പലണ്ടിയുടെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്. മുമ്പ് ആ സോയയുടെ ടേസ്റ്റ് ഏറ്റവും മുന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് കഴിക്കാനും നമുക്കാണെങ്കിൽ അത് വേവിക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ലായിട്ടൊക്കെ തോന്നും, നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലായിട്ടൊക്കെ തോന്നും. പക്ഷേ ഇപ്പോൾ അതിൽ നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ എനിക്കൊന്ന് കപ്പലണ്ടിയുടെ ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തേങ്ങ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലോട്ട് തന്നെ ഇട്ട് അമൃതം പൊടി നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മൾ ഈ അമൃതം പൊടി വറുക്കുമ്പോഴത്തേക്ക് ഫ്ലെയിം നന്നായിട്ട് സൂക്ഷിച്ച് നോക്കണം, സൂക്ഷിച്ച് ചെയ്യണം. കാരണം പെട്ടെന്ന് ഈ പൊടി കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇടയ്ക്കൊന്ന് ഫ്ലെയിം കൂട്ടുകയോ അല്ലെങ്കിൽ കുറച്ച് ഇടയ്ക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് അങ്ങനെ നമുക്കിത് വറുത്തെടുക്കാം. ഒട്ടും തന്നെ നമ്മൾ കൈ എടുക്കരുത്, കൈ എടുക്കാതെ വറുത്തെടുക്കണം കേട്ടോ. ഈ അവലോസ് പൊടി നമ്മൾ ഉണ്ടാക്കിയിട്ട് ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം നല്ലൊരു വായു കടക്കാത്ത ഒരു കണ്ടെയ്നറിൽ അടച്ച് വെക്കുകയാണെങ്കിൽ കുറേ നാളിത് കേടുകൂടാതെ നമുക്ക് എടുക്കാൻ സാധിക്കും, കുറേ നാൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഏകദേശം ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ഗീ ചേർത്ത് കൊടുക്കാം. ഗീ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ.
ഗീ ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ ഗുണവുമാണ്. ഗീ നന്നായിട്ട് ഈ പൊടിയുമായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ട് വറുത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ തേങ്ങയും പൊടിയും നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കുമെങ്കിൽ നമ്മളിത് കൂടുതലായിട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ഇട്ട് കൊടുക്കാം. ഈ ഏലക്കയെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമ്മൾ ഇടേണ്ടതായിട്ടില്ല, കാരണം ഈ പൊടിക്ക് അല്ലാതെ തന്നെ ഒരു മധുരമുണ്ട്. ഇതിനകത്ത് പഞ്ചസാര ചേർന്നാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ, കൂടുതലായിട്ട് മധുരം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കണ്ടോ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവലോസ് പൊടി അല്ലെങ്കിൽ പൂരം വറുത്തത്, അല്ലെ പൂരം പൊടി എന്നൊക്കെ പറയും, റെഡി ആയിട്ടുണ്ട്. അവലോസ് പൊടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാം. ചായക്കൊപ്പം പഴവുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മൾ അവലോസ് പൊടി എങ്ങനെയാണോ കഴിക്കുന്നത് ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. Thanks for watching.